നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ദുബായ് ഗ്ലോബൽ വില്ലേജ് വെള്ളിയാഴ്ച താൽക്കാലികമായി അടച്ചുവെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇതാദ്യമായാണ് അധികൃതർ ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുന്നത്. ഒമിക്രോൺ വാർത്തകൾ സ്ഥിരീകരിച്ചപ്പോൾ ദുബായ് എക്സ്പോ അടയ്ക്കുമോ എന്ന ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഏവരുടെയും ആശങ്കകൾ മാറ്റി അധികൃതർ അത് നിരാകരിക്കുകയായിരുന്നു. എന്നാൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി സഹകരിച്ച് ഇപ്പോൾ നടപടി സ്വീകരിച്ചതെന്ന് ഔദ്യോഗിക ട്വീറ്റിൽ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ. ഗ്ലോബൽ വില്ലേജിലെത്തുന്ന അതിഥികളുടെയും സംഘാംഗങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്ത് മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് വെള്ളിയാഴ്ച ഗ്ലോബൽ വില്ലേജ് അടച്ചിടുന്നതെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. ജനുവരി 22 ശനിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും. യുഎഇയിൽ ശക്തമായ കാറ്റടിക്കാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ ആയിരിക്കും. 10 അടി ഉയരത്തിൽ വരെ തിരയടിക്കാനും സാധ്യതയുണ്ട്. പൊടിക്കാറ്റ് കാരണം ദൂരക്കാഴ്ച തടസ്സപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വാഹനം ഓടിക്കുന്നവർക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് ഏറ്റവും യോജിച്ച സംസ്ഥാനമായി കേരളത്തെ ഉയർത്തിക്കാട്ടിയും പരമാവധി നിക്ഷേപ സാധ്യതകളിലേക്ക് വാതിൽ തുറന്നും എക്സ്പോയിൽ കേരള പവലിയൻ തുറക്കും. ഫെബ്രുവരി 4 മുതൽ 10 വരെ കേരള പവലിയൻ പ്രവർത്തിക്കുന്നതായിരിക്കും. 4 വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പവലിയനിൽ കേരളത്തിലെ വിവിധ വകുപ്പുകളിലെ പദ്ധതികളുടെ ഹ്രസ്വ വീഡിയോ പ്രദർശനം ഉണ്ടാകുന്നതായിരിക്കും. രാജ്യാന്തര വ്യവസായികളെ ഉൾപ്പെടുത്തി 2 നിക്ഷേപക സംഗമങ്ങളും ദുബായിൽ നടത്തുന്നതായിരിക്കും. അറബ് രാജ്യാന്തര വ്യവസായികളെ ഉൾപ്പെടുത്തി ഒരു നിക്ഷേപക സംഗമവും മലയാളി വ്യവസായികളെ ഉൾപ്പെടുത്തി മറ്റൊരു സംഗമവുമാണ് 5-6 തീയതികളിൽ നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് KSIDC MD രാജമാണിക്യം, KBP CEO സൂരജ് നായർ എന്നിവർ കഴിഞ്ഞ ദിവസം ദുബായിലെത്തി മടങ്ങി. അബുദാബിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻപുരി, IBPC പ്രതിനിധികൾ തുടങ്ങിയവരുമായി ചർച്ചകൾ നടത്തി. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.